വചനം 8 വാക്കർത്ഥം. തുമ്മ ഇന്നി പിന്നെ ഞാൻ ദഅൗതുഹും അവരെ ഞാൻ വിളിച്ചു ജിഹാറൻ ഉറക്കെ. തുമ്മ ഇന്നി ദഅൗതുഹും ജിഹാറാ പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. വചനം 9 വാക്കർത്ഥം. തുമ്മ ഇന്നി അഅലൻതു പിന്നെ ഞാൻ പരസ്യമാക്കി ലഹും അവരോട്, വ അസ്റർതു ലഹും അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ ഒരു സ്വകാര്യമാക്കൽ. തുമ്മ ഇന്നി അഅലൻതു ലഹും വ അസ്റർതു ലഹും ഇസ്റാറാ പിന്നെ ഞാൻ അവരോട് എൻ്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10 വാക്കർത്ഥം. ഫഖുൽതു അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന നിശ്ചയമായും അവനാകുന്നു, ഗഫാറൻ വളരെ പൊറുക്കുന്നവൻ. فقلت استغفروا ربكم إنه كان غفارا അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11 വാക്കർത്ഥം. യുർസിലി അവൻ അയക്കും അയച്ചുവിടും, അസ്സമാ ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ സമൃദ്ധമായി തുടർച്ചയായി ഒഴുകിക്കൊണ്ട്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12 വാക്കർത്ഥം. വയുംദിദ്കും നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ സ്വത്തുക്കൾ കൊണ്ടും, വബനീന മക്കൾ കൊണ്ടും, വയജ്അൽ ലക്കും നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ തോട്ടങ്ങളെ, വയജ്അൽ ലക്കും നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ അരുവികളെ. വയുംദിദ്കും بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാവിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദദ്ദുന്യ വല്ലാഹു യുരീദുൽ ആഖിറ നിങ്ങൾ ഐഹിക വിഭവം ഉദ്ദേശിക്കുന്നു, അല്ലാഹുവാകട്ടെ പരലോകവും ഉദ്ദേശിക്കുന്നു. സൂറത്ത് അൻഫാൽ 67. പക്ഷേ അതുമൂലം ഐഹികമായ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് താനും. മനുഷ്യൻ നീതിയോടും നെറിയോടും കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സമാധാനപരമായിത്തീരും. കൂടാതെ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയും അതവൻ്റെ ഭൗതിക ജീവിതത്തിലും വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യും. താൽക്കാലിക നേട്ടങ്ങളിൽ വേഗം ആകർഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതുകൊണ്ടാണ് സത്യവിശ്വാസം മൂലമുണ്ടാകുന്ന ഐഹിക നേട്ടങ്ങളെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ.
മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണതിന് കാരണം. സൂറത്ത് ആറാഫിൽ അള്ളാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതും മിനസ്സമാഇ വൽ അർദ്. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം, വഇനിസ്തഗ്ഫറൂ റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 3 പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മയ്ക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏതു നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അള്ളാഹു പറയുന്നു, വനബുലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വ ഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു, വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ വലതബ്ലുവന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാം തുടരുന്നു,